ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു മോരുകറിയുടെ റെസിപ്പി നോക്കാം. മോര് വെച്ച് നമ്മൾ ഒരുപാട് റെസിപ്പികൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ രീതി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു അരമുറി ഭാഗം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 പച്ചമുളക്, അതുപോലെ 2 വെളുത്തുള്ളി, 2 ചെറിയ ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 എതൾ കറിവേപ്പില, ഒരു അര സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ ഈ എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുകൾ ഓരോന്നും ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനായുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം പുളിയുള്ള ഒരു അര കപ്പ് കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/2 ലിറ്റർ ഉണ്ടാവും. അരപ്പിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ആവശ്യമെങ്കിൽ ഈ സമയം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം നമ്മളിത് പാകം ചെയ്തെടുക്കാൻ. മോരായതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഇളക്കി കൊടുത്തില്ലെങ്കിൽ തിളച്ച് പിരിഞ്ഞു പോവും. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ എണ്ണയിലൊന്ന് മൂപ്പിച്ചിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.